നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 12 സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച കേരള കോൺഗ്രസ് എം പാലായിൽ ജോസ് കെ മാണി, ഇടുക്കിയിൽ റോഷി അഗസ്റ്റിന് മത്സരിക്കും. സിറ്റിംഗ് MLA-മാർക്കെല്ലാം സീറ്റ് നൽകിയിട്ടുണ്ട്. ചാലക്കുടിയിൽ അഡ്വക്കേറ്റ് ബിജു ചിറയത്തും പിറവത്ത് സാബു കെ ജേക്കബും മത്സരിക്കുന്നതാണ് പാർട്ടിയിലെ സർപ്രൈസ്. അജിത് ബാബു വിവരങ്ങളുമായി ചേർന്നു. അജിത്ത്, ഒടുവിൽ എല്ലാം ചർച്ച ചെയ്ത് എല്ലാ സീറ്റിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കേരള കോൺഗ്രസ്. ലക്ഷ്മി, അതായത് LDF-ന്റെ ഈ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള വേഗത അത് ഇതിനോടകം തന്നെ കൈയടി നേടിയിട്ടുണ്ട്. ആദ്യം CPI-യുടെ സ്ഥാനാർത്ഥികൾ, പിന്നീട് CPM-ന്റെ സ്ഥാനാർത്ഥികൾ, ഇതിന് പിന്നാലെ ഇപ്പോൾ കേരള കോൺഗ്രസിന്റെ മുഴുവൻ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. കേരള കോൺഗ്രസ് മത്സരിക്കുന്ന 12 നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള ഈ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പാലായിൽ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി തന്നെ മത്സരിക്കും. അതുപോലെ തന്നെ പാർട്ടിയുടെ 5 MLA-മാരും അതത് സീറ്റുകളിൽ മത്സരിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. മന്ത്രി റോഷി അഗസ്റ്റിൻ സിറ്റിംഗ് സീറ്റായി ഇടുക്കിയിൽ വീണ്ടും മത്സരിക്കുന്നു. ഈ ഇടുക്കിയിലെ തെരഞ്ഞെടുപ്പിന് ഇത്ര വലിയ പ്രസക്തിയുണ്ട്. കാരണം കോൺഗ്രസ് റോഷി അഗസ്റ്റിനെ ലക്ഷ്യമിട്ട് തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കാൻ ഉൾപ്പെടെ ശ്രമിക്കുന്നു എന്നുൾപ്പെടെയുള്ള തരത്തിലുള്ള വാർത്തകൾ ഉൾപ്പെടെ വന്ന തെരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ ഇടുക്കിയിലെ ഇത്തവണത്തെ മത്സരം ആവേശം നിറഞ്ഞ മത്സരമായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ കടുത്തുരുത്തിയിൽ മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് നിർമ്മല ജിമ്മി മത്സരിക്കും. ഈ തീരുമാനത്തിലേക്ക് എത്താൻ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് സ്ഥാനാർത്ഥിയുടെ തീരുമാനത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഇരിക്കൂറിൽ മാത്യു കുന്നപ്പള്ളിയും അതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച നഗരസഭാ കൗൺസിലർ ബിജു ചിറയത്ത് ചാലക്കുടിയിലും സ്ഥാനാർത്ഥിയാകും. അങ്ങനെ 12 സീറ്റുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളെ കേരള കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പ് LDF-നൊപ്പം നിന്ന് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയത് കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം കൂടിയുണ്ട് പാർട്ടി പ്രവർത്തകർക്കുൾപ്പെടെ. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള ചർച്ചകൾക്കൊടുവിൽ നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് കേരള കോൺഗ്രസിന്റെ കേരള കോൺഗ്രസ് എമ്മിന്റെ കാര്യമാണ് ഇപ്പോൾ അജിത്ത് പറഞ്ഞത്. ഇതേപോലെ അടുത്തൊരു സർപ്രൈസ് ഉള്ളത് ലീഗിലാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വേങ്ങര മണ്ഡലം വിട്ട് PK കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മത്സരിക്കും. കാസർഗോഡ് തീരുമാനിച്ചിരുന്ന KM ഷാജി വേങ്ങരയിൽ മത്സരിക്കും. അതേസമയം തിരുവമ്പാടി സീറ്റ് കോൺഗ്രസിന് വിട്ടു നൽകാൻ ലീഗ് തീരുമാനിച്ചു. തിരുവമ്പാടിയും തവനൂരും വച്ചുമാറാൻ ലീഗ് സന്നദ്ധത അറിയിച്ചു. പകരം തവനൂരിൽ മത്സരിക്കാൻ തയ്യാറാണെന്നും ലീഗ് നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നു. കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. പിന്നെ ഓരോരുത്തർക്കും പറയാനുള്ളത് പേഴ്സണലായിട്ട് തന്നെ ഞങ്ങളൊക്കെ വിവരം ധരിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയമെടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു അന്തിമ തീരുമാനം ഇനി നാളെയും കൂടി ഒന്ന് വിലയിരുത്തിയിട്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത്.